ജലപാനം കഴിച്ചിട്ടില്ല ആരും. അല്ല, ഒരു സംശയം. ഒരു സംശയം. ആർക്കെ അയാളുടെ തീരുമാനം മാറ്റുന്നില്ല എന്ന് വെച്ചു. അതായത് ആലീസ് തിരിച്ചു വരുന്നില്ല എന്ന് വെച്ചു. എന്താ ഉദ്ദേശം? ഈ കിടപ്പ് ഇതേപടി തുടരും. ജലപാനം പോലും ഇല്ലാതെ? അതെ. മരണം വരെ? അല്ല, ആരിസ് കുഞ്ഞ് തിരിച്ചു വരുന്നത് വരെ. എന്താ എന്നെ ഇത്? തോന്നിയവാസം ആയിരിക്കാം. പക്ഷെ ഈ തോന്നിവാസത്തിൽ ആലോചിക്കേണ്ടതായ ഒരു ചെറിയ കാര്യമുണ്ട്. ഇതിനു മുമ്പും ഇവിടുത്തെ മേട്ടൻസ് പിരിഞ്ഞു പോയിട്ടില്ലേ? പക്ഷെ അന്നൊന്നും ഏനക്കട് കണ്ടിട്ടില്ലല്ലോ. എന്താ അത്? വൈ? അറിയില്ല. അറിയണം. മെന്നെ 4-5 കൊല്ലമായി നിങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നു. ഇവർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നു. പക്ഷെ 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊരു കാര്യം വെറും 10 ദിവസം കൊണ്ട് ആ ആലിസ് നേടിയെടുത്തു. ഇവരുടെ മനസ്സിലുള്ള ഈ സ്ഥാനം, സ്നേഹം എങ്ങനെ കൈവശം കൊടുത്തിട്ടൊന്നുമല്ലല്ലോ. ആ കുട്ടിക്ക് വേണ്ടി മരിക്കാൻ വരെ ഇവർ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി ഇവരെ തയ്യാറാവോ? വാട്ട് ഡസ് ദാറ്റ് മീൻ? നിങ്ങൾ പോലും അറിയാതെ തെറ്റിപ്പോയ ഏതോ ഒരിടത്ത് ഇവർക്ക് മനസ്സിലാകുന്ന ഒരു ശരി ആ കുട്ടി ചെയ്തു. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഡോക്ടറിന്റെ തലയ്ക്കകത്ത് കാര്യമൊന്നും ചിന്തിക്കരുത്, പ്ലീസ് ഡോണ്ട്. അത്രയ്ക്കുള്ള മുട്ടൊന്നും എനിക്കില്ല മേന്നെ. ഈശ്വരൻ തലച്ചോറ് തരുന്നത് വല്ലപ്പോഴും മനുഷ്യത്വത്തിന്റെ വെളിവോടുകൂടി ചിന്തിക്കാനാണ്, അല്ലാതെ സ്വന്തം ഗർവിന്റെ കൊമ്പ് മുളപ്പിക്കാനുള്ള വളമാക്കാനല്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഈ വാശിക്കിടയിൽ ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ നിങ്ങൾ ആരായി? ഇത്രയും കാലം ചെയ്തു എന്ന് കരുതുന്ന ആതുര സേവനം എന്തായി? ആ, അടച്ചുപൂട്ടി വല്ല ഗോഡൌണും ആക്കാം നിങ്ങളുടെ ഈ സ്നേഹാലയം. എടോ സ്റ്റീഫൻ. യെസ് ഡോക്ടർ. നാളെ ഞാൻ വിസിറ്റിന് വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതല്ലേ അവസ്ഥ? മറ്റന്നാൾ രാവിലെ അല്ലെങ്കിൽ പിറ്റേന്ന് വൈകിട്ട്. മരുന്നും ഭക്ഷണമൊന്നും ഇല്ലാതെ ഈ പ്രായത്തിൽ അതിക്കുള്ളൊന്നും കിടക്കുകയല്ല. എല്ലാം കഴിയുമ്പോൾ വിളിച്ചാല് മരണ സർട്ടിഫിക്കറ്റ് കൂടി എഴുതി തന്നാലല്ലേ എന്റെ ജോലി പൂർത്തിയാവും. ഡോക്ടർ, തനിക്ക് പറയാനുള്ളത് എഴുതി കൊടുത്തേച്ചേ. അതാ നല്ലത്. എന്നോട് ക്ഷമിക്കണം. തെറ്റെന്റെ ഭാഗത്തു നിന്നാകാം. പക്ഷെ ഈശ്വരനെ ഓർത്ത് ഈ ഉപവാസം അവസാനിപ്പിക്കണം. ഞാൻ വേണമെങ്കിൽ കാല് പിടിച്ച് മാപ്പി ചോദിക്കും. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ സ്വയം ശിക്ഷിക്കരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എഴുന്നേൽക്കും, എന്തെങ്കിലും കഴിക്കാൻ തയ്യാറാകും. ഞാൻ എന്തിന് സന്നദ്ധനാണ്. മിസ് ആലിസിനെ അവരുടെ വീട്ടിൽ പോയി ക്ഷമ പറഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ടുവരാം. ആലിസ് കുഞ്ഞിനെ തിരിച്ചുകൊണ്ട് വരുമോ? സത്യമായിട്ടും ഞാൻ വാക്ക് തരുന്നു. എങ്കിൽ ഞങ്ങൾ ഉപവാസം അവസാനിപ്പിക്കാം. ആലിസ് കുഞ്ഞിനെ തിരിച്ചു വിളിക്കാമെന്ന് ആർക്കെ സാറ് ഇപ്പൊ സമ്മതിച്ച് നാവെടുത്തതേ ഉള്ളൂ. ക്ഷമിക്കണം സർ. ഐ എം സോറി മിസ് ആലിസ്. എത്ര കൊല്ലമായി മേന്നെ എനിക്കറിയാം. ദുഷ്ടനാകണമെന്ന് വിചാരിച്ചാൽ പോലും ഏതളവ് വരെ പോകാനാണ്.
ഉപവാസം അവസാനിപ്പിക്കാൻ നാരങ്ങാ നീരാണല്ലോ പതിവ്. കാലത്തെ തൊട്ട് കരുതി വെച്ചിരിക്കുകയാണ്. കൊടുക്ക. പഞ്ചാര ഒരു ഗ്ലാസ് എല്ലാരും കഴിക്കണം. ഇറങ്ങിപ്പോകുമ്പോ തിരിച്ചു വരേണ്ടെന്ന് തന്നെയായിരുന്നു മനസ്സിൽ. പോകുന്ന വഴിക്ക് ഡോക്ടറെ കണ്ട് ഒരു വാക്ക് പറയാമെന്ന് കരുതി. ഞാനൊന്ന് സംസാരിച്ചു വരുന്നതുവരെ ക്ഷമിച്ചിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. പോയി വന്നപ്പോഴാണ് നിരാഹാര സത്യാഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞത്. എനിക്ക് വേണ്ടി, എന്നെ തിരിച്ചു വരുത്താൻ വേണ്ടി മരിക്കാൻ വരെ നിങ്ങൾ തയ്യാറാവുന്നു കേട്ടപ്പോ വാശിയും വഴക്കുമൊക്കെ താനേ തീർന്നു. ആർ കെ സാറിനോട് ഞാൻ വന്ന് മാപ്പ് പറയാം. എന്നാലെങ്കിലും നിങ്ങൾക്ക് അപകടമൊന്നും വരുത്താതെ നോക്കാമല്ലോ എന്ന് കരുതി. പക്ഷെ എന്നേക്കാൾ മുൻപേ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ മുൻപിൽ ആർ കെ സാർ തല ഒലിച്ചു. ഒന്നും വേണമെന്ന് വെച്ചിട്ടായിരുന്നില്ല, അപ്പോഴത്തെ ഒരു തോന്നൽ. ദണ്ണ ഉണ്ടായിരുന്നു മനസ്സിൽ. എന്നോട് ഇത്രയും സ്നേഹം കാണിച്ച നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യണം. ആ ആ നിങ്ങൾ ഇത്രയും കടുംപിടുത്തം പിടിച്ചപ്പോ പാവം അദ്ദേഹത്തിന്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. സ്വന്തം വാശിയും അഭിമാനവും അദ്ദേഹം വേണ്ടെന്ന് വെച്ചില്ലേ? ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത് ആർ കെ സാറിനെ വേദനിപ്പിച്ചത് നമ്മുടെ തെറ്റല്ലേ? അദ്ദേഹത്തോട് ഒരു വാക്ക് മാപ്പ് പറഞ്ഞാലല്ലേ ആ മനസ്സിന്റെ നൊമ്പരവും മാറൂ. ശരിയാണ് കുഞ്ഞ്, ഞങ്ങൾ എല്ലാരും കൂടെ പോയി മാപ്പ് പറയാം. അത് വേണ്ട, എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരു 4 പേര് പോയാൽ മതി. ആ ശരി. സാറ് ക്ഷമിക്കണം. ഞങ്ങളുടെ വാശിയും ശാഠ്യവും സാറിനെ വിഷമിപ്പിച്ചു അല്ലേ? സാർ ഇത്രയും കാലം ചെയ്ത നന്മകളൊന്നും ഞങ്ങൾ ഓർത്തില്ല. സാറ് ഞമ്മളോട് പൊറുക്കണം. ഇല്ലെങ്കിൽ സാറിന്റെ മനസ്സ് നോച്ചതിന് ദൈവം ഞങ്ങൾക്ക് മാപ്പ് തരില്ല. സാറിന്റെ കാല് പിടിച്ച് ഞങ്ങൾ മാപ്പ് പറയാം. ഈശ്വര, എന്താ ഇത്? നിങ്ങൾ എന്നോട് മാപ്പി ചോദിക്കുക? മകന്റെയോ കൂടി വന്നാൽ ഒരു അനുജന്റെയോ പ്രായവും സ്ഥാനവും എനിക്കുള്ളൂ. എന്നെ ശാസിക്കേണ്ടതും തിരുത്തേണ്ടതും നിങ്ങളല്ലേ? നിങ്ങളെ വേദനിപ്പിച്ചതിന് ഞാനാണ് മാപ്പ് പറയേണ്ടത്.